ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട്? എല്ലാവർക്കും സുഖമാണോ? കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആരി വർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ആരി വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതിൻ്റെ ആ ഒരു മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതാ ഞാൻ കുറേ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ബേസിക് മെറ്റീരിയൽസ് മാത്രമല്ല, എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത്ര കുറേ മെറ്റീരിയൽസ് എടുത്തത് സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കോഴ്സിൻ്റെ കൂടെ ഇപ്പോൾ ആരി വർക്ക് കിറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ പഠിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ എല്ലാം കിറ്റ് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള കിറ്റാണ് കൊടുക്കുന്നത്. ഇപ്പം കയ്യിൽ പൈസ ഇല്ല എന്നുള്ള വിഷമമുള്ളവർക്ക് അവരുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമ്മുടെ കോഴ്സ് പഠിക്കാൻ ആവശ്യമുള്ള അത്രയും മെറ്റീരിയൽസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു കിറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഓരോ സാധനങ്ങളും ഓരോ മെറ്റീരിയൽസും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ആദ്യം ബീഡ്സ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. സ്റ്റാൻഡും ഫ്രെയിമൊക്കെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആരി വർക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുഗർ ബീഡ്സ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഷുഗർ ബീഡ്സ് ആണിത്. ഗ്ലാസ് ബീഡ്സ് എന്നും പറയും. ചെറിയൊരു ഗ്ലാസ് ടൈപ്പ് ആണ്. അതും ചെറിയ ബീഡ്സ് ആണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല, ഗ്ലാസ് ബീഡ്സ് എന്നും പറയും. അപ്പോൾ ഇത് അതിൻ്റെ മിക്സഡ് ആയിട്ട് വരുന്ന കളറാണ്. എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട്. നമ്മുടെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മളിപ്പം ഡിസൈൻ ചെയ്യാൻ, മോട്ടീഫൊക്കെ ചെയ്യാൻ കൊടുത്താൽ നല്ല ഭംഗിയിൽ ചെയ്യണമെങ്കിൽ 3-4 കളറൊക്കെ വേണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കിറ്റാണ് കൊടുക്കുന്നത്. ഇതാ നെക്സ്റ്റ് കളർ കണ്ടോ നിങ്ങൾ? ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പെട്ടെന്ന് കളർ പോകുന്നത് ഒന്നുമല്ല. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കുന്നത്. അവർക്ക് ബ്ലൗസിലൊക്കെ പുറത്തേക്കൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വേണ്ടുന്നവർ കൂടുതലായിട്ട് വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി മെയിനാണ്. നമ്മൾ തീരെ വില കുറഞ്ഞതൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ പോകും. ഇപ്പം മീഷോന്നൊക്കെ വാങ്ങിക്കാറുണ്ട് ചിലർ. അപ്പോൾ കളർ പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല ഡ്രസ്സിലൊക്കെ ആയി പോവും കളറൊക്കെ. ഇനി അടുത്തത് നമ്മുടെ ഷുഗർ ബീഡ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ട അടുത്ത ബീഡാണ് കട്ട് ബീഡ്. കട്ട് ബീഡ്, 2 ബീഡൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതാ ചെറിയ ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് തന്നെയാണ് ഇത് 2 ടൈപ്പ് ഉണ്ട്. നല്ല ചെറുതും ഉണ്ട്, അതിനേക്കാളും കുറച്ച് വലിയതും ഉണ്ട്. മൈക്രോ കട്ട് ബീഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ചെറുതാണ്, നല്ല ഭംഗിയാണ്. നല്ല ഫില്ലിംഗ് ആയിട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെറുതെടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അല്ലാത്തതൊക്കെ ചെയ്യുമ്പം വലിയതെടുക്കുമ്പോഴും ഭംഗിയുണ്ടാവും. രണ്ടും 2 ഭംഗിയാണ്. ഓരോ വർക്കിനനുസരിച്ചിരിക്കും അതിൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കട്ട് ബീഡ്സ്. ഇതും കുറേ കളറ് എൻ്റെ കയ്യിലുണ്ട്. ഒരു 4-5 കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റുഡൻസിന് 2ഉം കൊടുക്കും. മൈക്രോ ടൈപ്പും കൊടുക്കും, പിന്നെ കുറച്ച് വലിയ ടൈപ്പും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് 2 ബീഡ്സ് കാണിച്ചു തരാം. ഈ 2 ബീഡ്സ് കട്ട് ബീഡ്സിൻ്റെ വലിയതാണ് കേട്ടോ. ഈ 2 ബീഡ്സിന് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത പോലത്തെയാണ് കട്ട് ബീഡ്സ്. അപ്പോൾ ഇതിൻ്റെ നീളത്തിലുള്ളത് കണ്ടോ, ഒരു 1/2 ഇഞ്ചോളം നീളത്തിൽ വരുന്നതാണ്. അതും ചെറുതും വലിയതും ഉണ്ട് കേട്ടോ. നല്ല കട്ട് ബീഡ്സിൻ്റെ അത്രയല്ല, അതിനേക്കാളും കുറച്ച് വലിയതും പിന്നെ കുറച്ചുകൂടെ വലിയതുമായിട്ടുള്ളത് കാണാറുണ്ട്. ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ്. നല്ല ഷൈനിങ് ആണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു ഭംഗിയുള്ളതാണ് ആ ഒരു ബ്ലൂ കളർ വരുന്നത്. ഇത് ആൻറ്റിക്കിൻ്റെയാണ്. ആൻറ്റിക്കിൻ്റെയൊക്കെ നമുക്ക് ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യാൻ അധികവും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ആൻറ്റിക് ബീഡ്സും ഗോൾഡൻ ടൈപ്പ് ബീഡ്സും. അപ്പോൾ ആൻറ്റിക്കിൻ്റെതും ഉണ്ട്. ഇനിയും വേറെ കുറേ കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ബ്ലൂ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. അപ്പോൾ ഞാനിതാ ഇത്രയേ കാണിക്കുന്നില്ലൂ. ഇതാണ് നമ്മുടെ 2 ബീഡ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കണ്ടോ? ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് സീക്വൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. സീക്വൻസ് തന്നെ പലതരത്തിൽ വരുന്നുണ്ട്. ഫ്ലാറ്റ് സീക്വൻസ്, മൈക്രോ ടൈപ്പ് സീക്വൻസ് വരുന്നുണ്ട്, കപ്പ് സീക്വൻസ് വരുന്നുണ്ട്, ഫ്ലവർ സീക്വൻസ് വരുന്നുണ്ട്, ലീവ് സീക്വൻസ് വരുന്നുണ്ട്. എത്രയാണല്ലേ വെറൈറ്റീസ്. അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ഇതിൻ്റെയൊക്കെ ക്ലാസ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഒറ്റ സീക്വൻസ് വെച്ച് മാത്രമല്ല, നമുക്ക് ലീവ് സീക്വൻസ് ഒക്കെ വെച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതൊക്കെ ബ്ലൗസിലും കുർത്തിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വർക്ക് നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് സീക്വൻസ്. സാധാ സീക്വൻസ് ആണ്. നല്ല ചെറുതല്ല. നല്ല ചെറുതാണെങ്കിൽ മൈക്രോ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാം. ഇത് ആ ഒരു അളവിൽ വരുന്നതാണ്. നമുക്ക് സീക്വൻസ് വർക്ക് പഠിക്കുമ്പോൾ ഫില്ലിംഗ് ആയിട്ടൊക്കെ എടുക്കാം. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3-4 കളറ് എൻ്റെ കയ്യിലുണ്ട്. വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗോൾഡൻ ടൈപ്പ് ഉണ്ട്, സിൽവർ ഉണ്ട്. അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഞാൻ അധികം കാണിക്കുന്നില്ല കേട്ടോ. നമുക്ക് ആരി വർക്കിൻ്റെ മെറ്റീരിയൽസിനെല്ലാം കുറച്ച് റേറ്റ് കൂടുതലാണ്. സീക്വൻസിന് അത്ര കൂടുതലില്ല, എന്നാലും നമുക്ക് മെറ്റീരിയൽസിനെല്ലാം ഒരിത്തിരി കൂടുതൽ തന്നെയാണ്. ചിലതിനെ അപേക്ഷിച്ച് സീക്വൻസിനൊക്കെ കുറവാണ്. പിന്നെ ലീവ് സീക്വൻസിനും ഫ്ലവർ സീക്വൻസിനും ഒരിത്തിരി കൂടുതൽ വരുന്നുണ്ട് ഫ്ലാറ്റ് സീക്വൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ.
ഇതാ ഇങ്ങനെ ഫ്ലവർ പോലെ ഇരിക്കും, നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ പൂ വിരിഞ്ഞതുപോലെ നമുക്ക് തുന്നി പിടിപ്പിക്കാനായിട്ട് സാധിക്കും. നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യാം, പിന്നെ അരി നീഡിൽ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറേ ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ടൈപ്സ് ഫ്ലവർ ടൈപ്പ്, ചെറുതും വലിയതും മിക്സഡ് കളറും അങ്ങനത്തെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇത് എല്ലാ ഷോപ്പിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സ്റ്റുഡൻസ് പറയാറുണ്ട് ഇതൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണ് പതിവ്. ഇത് കണ്ട നിങ്ങൾ, ഇതൊരു ആൻറ്റിക്കിൻ്റെ ടൈപ്പാണ് വരുന്നത്. പിന്നെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് പോലത്തെ കളറുണ്ട്, ഗോൾഡൻ ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് എന്താണെന്നറിയോ, കപ്പ് സീക്വൻസ് ആണ്, കുഞ്ഞി കപ്പ് സീക്വൻസ്. ഇതിൻ്റെ തന്നെ പല ടൈപ്പ് നമുക്ക് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നേ കാണിക്കുന്നുള്ളൂ. കുറച്ച് ഫ്ലാറ്റായിട്ട് കുറച്ച് ഉയർന്ന് നിൽക്കുന്ന ടൈപ്പ്, ഒരു പ്ലേറ്റിൻ്റെ ഒക്കെ പോലത്തെ ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ വലിയ ടൈപ്പ് വരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡ് ഹോൾ സീക്വൻസ് കൂടി ഉണ്ട്. അതിപ്പം ഞാൻ കാണിക്കുന്നില്ല. സൈഡ് ഹോൾ സീക്വൻസ് എന്ന് പറയും, സൈഡിൽ ചെറിയൊരു ഹോളായിട്ട്. ഇതൊക്കെ നമ്മുടെ ഫ്ലവർ സീക്വൻസിൻ്റെ വെറൈറ്റിയാണ്. കണ്ടല്ലോ, ഇതിനെ കൊണ്ടൊക്കെ നല്ല വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സ്റ്റുഡൻസ് ചെയ്ത വർക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നല്ലൊരു കളറാണ്, നമ്മുടെ ലീവ് സീക്വൻസ് ആണ്. കളറൊന്നും പോകത്തില്ല കേട്ടോ, പെട്ടെന്നൊന്നും കളറ് പോവില്ല. നമുക്ക് 100% ഉറപ്പ് ഒന്നിൻ്റെ കാര്യത്തിലും പറയാൻ പറ്റില്ല. കുറേ കഴിയുമ്പം കളറ് പോകുമായിരിക്കും. പക്ഷേ ഇതൊന്നും ലീവ് സീക്വൻസ് ഒന്നും അങ്ങനെ മോശമായി പോകുന്നൊന്നുമല്ല. ബീഡ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതെടുത്താൽ കുറേ നാൾ നിൽക്കും. ഇനി ഞാൻ എടുക്കുന്നത് അടുത്ത ഫ്ലവർ സീക്വൻസ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ബൾക്കായിട്ട് എടുത്തേക്കുന്നതാണ് സ്റ്റുഡൻസിന് കിറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് അരി വർക്കിലെ മൈക്രോ ബീഡ്സ് കാണിച്ചു തരാം. ഇത് പലർക്കും കിട്ടാറില്ല എന്ന് പറയാറുണ്ട്, പല ഷോപ്പിൽ ഇത് ഇല്ല എന്ന് പറയാറുണ്ട്. റേറ്റ് ഒരു 10 ഗ്രാമിന് 30 രൂപ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. റേറ്റ് ഒരു ഇത്തിരി കൂടുതൽ തന്നെയാണ്. കുറച്ച് കളറ്, ഒരു 2-3 കളറ് എൻ്റെ കയ്യിലുണ്ട്. ബ്ലാക്ക് കൂടി ഉണ്ടായിരുന്നു, ബ്ലാക്ക് തീർന്നു പോയി. ഇത് നമ്മുടെ ചീരവിത്തൊക്കെ ഇല്ലേ, അതേപോലെ ചീരവിത്ത് തന്നെ ആ രീതിയിൽ ആ ഒരു വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുക. ചിലർ ഇതിനെ ഷുഗർ ബീഡ്സിൻ്റെ മൈക്രോ ടൈപ്പ് ഷുഗർ ബീഡ്സ് ഉണ്ട്, അപ്പോൾ അത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഒട്ടിച്ചിട്ട് ചെയ്യുക. മൈക്രോ ബീഡ്സിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നെക്കിലൊക്കെ ഇങ്ങനെ നല്ല ഒരു ബോർഡർ പോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോ ബീഡ്സ്. ഇതിൻ്റെ വർക്കും ചെയ്ത് ഞാൻ കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ഭാഗത്ത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ചക്രിയാണ്, അരി വർക്കിലെ ചക്രി. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചക്രം പോലെയാണെന്ന്. അതേപോലെ തന്നെയാണ്, ഒരു ചക്രം പോലെയാണ്. നല്ല ഭംഗിയായിരിക്കും, എല്ലാം നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് ഒരു പ്രത്യേക ഭംഗിയാണ്. ബ്ലൗസിലൊക്കെ ബോർഡറായിട്ടും നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. നോർമൽ നീഡിൽ വെച്ച് ചെയ്യാം, അരി നീഡിൽ വെച്ച് ചെയ്യാം. സിൽവർ കളറും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പല ടൈപ്പും പല മോഡലിലും ഇത് വരുന്നുണ്ട്. റൗണ്ടിൽ പല ഡിസൈൻ പോലെയൊക്കെ ആയിട്ട് പല രീതിയിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ 2ഉം സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ്. ഇനി അടുത്തതാണ് നല്ല ഭംഗിയുള്ള നമ്മുടെ ലക്ഷ്മി കോയിനാണ് അടുത്തത് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിനെക്കൊണ്ട് സ്ലീവിലും നെക്കിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കോ, ലക്ഷ്മി കോയിൻ ബ്ലൗസ് വർക്കൊക്കെ അമ്മാതിരി ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതിന് വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഒന്നിന് ഒരു 2 രൂപ എന്നുള്ള രീതിയിൽ അത്രേ വരുന്നുള്ളൂ. റേറ്റ് അധികം വരുന്നില്ല. ഇതിൻ്റെ സിൽവർ കളറും കൂടെ നമുക്ക് കിട്ടും. ഞാൻ 2 കളറാണ് വാങ്ങിയത്. വേറെ കളറ് ആൻറ്റിക്കിൻ്റെ ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിതാ മെയിനായിട്ട് നമുക്ക് ഗോൾഡൻ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഗോൾഡൻ കൂടുതലെടുത്തു. സിൽവർ ഒക്കെ സ്റ്റുഡൻസിന് കൊടുത്ത് തീർന്നതാണ്. അപ്പോൾ ഇതും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എല്ലാം കൂടെ വലിച്ചിട്ട് നിങ്ങളെ കാണിക്കാത്തത് ഇത് തിരിച്ച് അതേപോലെ തന്നെ വെക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയുള്ള കാര്യമാണ്. അതാണ് ഞാൻ മൊത്തം എല്ലാം വലിച്ചിട്ടിട്ട് കാണിക്കാത്തത്. ഓരോന്നോരോന്ന് എടുത്തെടുക്കി തന്നെ വെക്കാൻ നോക്കുന്നുണ്ട്. ഇത് പേൾ ബീഡാണ്, അരി വർക്കിലെ പേൾ ബീഡ്. എല്ലാത്തിനും യൂസ് ചെയ്യുന്ന തന്നെയാണ്. അരി വർക്കിലെല്ലാം എന്തെങ്കിലും ജ്വല്ലറി മേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ പേൾ ബീഡാണ്. അതിൻ്റെ ചെറുതും വലിയതും പല സൈസുള്ളതുണ്ട്. പിന്നെ അടുത്തത് ഇത് ഗ്രീൻ കളർ കട്ട് ബീഡ്സ് തന്നെയാണ് കേട്ടോ. ഇതെൻ്റെ കൈ കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ റേറ്റ് കൂടുതൽ വരുന്നതാണ്. നമുക്കിതിന് എനിക്ക് തോന്നുന്നു 10 ഗ്രാമിന്
35 അല്ല 25 രൂപ എങ്ങാനുമാണ് ഇതിന്, എനിക്ക് ഓർമ്മയില്ല. ഇത് നല്ല റേറ്റ് കൂടുതലുള്ളതാണ് കണ്ടോ. കുന്തൻ സ്റ്റോൺ എന്ന് പറയും, ഇത് തിലകം ഷേപ്പ് കുന്തൻ സ്റ്റോൺ ആണ്. ഇത് നമ്മൾ മെയിനായിട്ട് ബ്ലൗസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ തുന്നി പിടിപ്പിക്കുകയല്ല വേണ്ടത്, ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മ് തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം കുറേ ബീഡ്സൊക്കെ തുന്നാൻ മടിയൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലത്തെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ബ്ലൗസ് കാണാൻ. റേറ്റും കൂടുതലാണ് ഈ ഒരു ബീഡ്സിനെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതാ ഞാനിപ്പം ഗമ്മ് കാണിച്ചു, B7000 ആണ് ഞാൻ അധികവും സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. പിന്നെ മിററാണ്, മിറർ വർക്ക് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാ മിറർ കുറേ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. മിറർ നമുക്ക് കുറേ ടൈപ്പ് വരുന്നുണ്ട്, കുറേ ഷേപ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു 2 ഷേപ്പിലുള്ളത് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബീഡ്സ് തന്നെയാണ്. ഷുഗർ ബീഡ്സ് പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ആരി വർക്ക് ബ്ലൗസിൽ യൂസ് ചെയ്യുന്നതാണ് മറ്റേ റൈസ് ബീഡ്സ്, അതുപോലെ വീറ്റ് ബീഡ്സ്. രണ്ടും നല്ല ഭംഗിയിൽ ചെയ്യാം. അധികം ആൾക്കാരും ഇത് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാറുണ്ട്. നെക്കിലും കൊടുക്കാം, സ്ലീവിലും കൊടുക്കാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ റൈസ് ബീഡ്സ്, വീറ്റ് ബീഡ്സ്, ഇത് വെയിറ്റ് കുറഞ്ഞ ടൈപ്പ്, ഗ്ലാസ് ടൈപ്പ് അല്ല കേട്ടോ, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെ വരുന്നതാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പിന്നെ എന്താണ് 6mm, 2mm, 3mm എന്ന് പറഞ്ഞ് പല അളവിലുള്ള റൗണ്ട് ടൈപ്പ് ബീഡ്സും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതും നമ്മൾ മെയിനായിട്ട് ആരി വർക്കിൽ യൂസ് ചെയ്യുന്നതാണ്. മനസ്സിലായല്ലോ, ഇങ്ങനത്തെ ബീഡ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ എന്തായാലും വാങ്ങി വെക്കണം. മറ്റേ ലക്ഷ്മി കോയിൻ, ചക്രിയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ് വരുന്നത്. അപ്പോൾ അതില്ലെങ്കിലും ഞാനിപ്പോൾ ഈ കാണിച്ചത് വാങ്ങിക്കണം. പിന്നെ നോർമൽ നീഡിലാണ്, ഇതിൻ്റെ അകത്ത് ഒറ്റ നീഡിൽ പോലും ഇല്ല, എല്ലാം ഞാൻ കണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എവിടെയോ ഉണ്ട്, ഞാനപ്പോൾ ആ ബോക്സ് അങ്ങനെ കാണിച്ചതാണ്. നമ്മുടെ ആരി വർക്ക് കോഴ്സിൽ എംബ്രോയ്ഡറീൻ്റെതും കൂടെ ഡീറ്റെയിൽഡായിട്ട് കൊടുക്കുന്നുണ്ട്. നീഡിൽസൊക്കെ നമുക്ക് വേണം. അടുത്തതാണ് നമ്മുടെ സർദോസി. സർദോസി തന്നെ 3 ടൈപ്പ് വരുന്നുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊരു ടൈപ്പാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായാലും പിന്നെ വർക്ക് ചെയ്യാനായാലും കുറച്ച് ടൈം വേണം. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ആക്കലാണ് കുറച്ച് പണി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ തന്നെ റേറ്റും വാങ്ങിക്കാൻ പറ്റും. ഇതാണ് അടുത്ത ടൈപ്പ്. ഇതാണ് കുറച്ചും കൂടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സർദോസി. ലീഫിനും ഫ്ലവറിനും ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നല്ല ഭംഗിയിലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്യുമ്പോൾ, ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിന് മേച്ചായിട്ടുള്ള നീഡിൽ തന്നെ എടുക്കണം. അല്ലാണ്ട് നമ്മളിപ്പം നല്ല കട്ടിയുള്ള നീഡിലെടുത്ത് ചെറിയ ബീഡ്സ് ഇട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബീഡ്സ് അതിലേക്ക് പോവത്തന്നെ ഇല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ വർക്കിനും ഓരോ നീഡിലുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കണം. പിന്നെ ഇത് ത്രെഡാണ് കേട്ടോ, ഞാനിപ്പം കാണിച്ചത് എംബ്രോയ്ഡറി ത്രെഡാണ്. ത്രെഡും കുറേ ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് സിൽക്ക് ത്രെഡാണ്, ഞാൻ 2 ബ്രാൻഡിലുള്ളത് കൊടുക്കാറുണ്ട്. അപ്പോൾ സിൽക്ക് ത്രെഡാണ്. അപ്പോൾ പലരും സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യാൻ കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുന്നത് ഡബിൾ ത്രെഡായിട്ടാണ് എടുക്കുന്നത്, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സിൽക്ക് ത്രെഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും. പിന്നെ ഇത് നമ്മുടെ സെറി ത്രെഡാണ്. സെറി ത്രെഡ് ഇത് കുറച്ച് നേരിയ ടൈപ്പാണ്, കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പും കൂടെ വരുന്നുണ്ട്. ഞാൻ സ്റ്റുഡൻസിന് കുറച്ച് നേരിയ ടൈപ്പാണ് കൊടുക്കുന്നത്, എന്നാലേ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. കട്ടിയുള്ളത് എടുത്താൽ ഭയങ്കരമായിട്ട് പിടുത്തമായിരിക്കും, തുണിയൊക്കെ ചിലപ്പോൾ കീറിപ്പോകുമെന്ന് പറയാറുണ്ട്. ഇനി അടുത്തത് മാർക്കിംഗ് പെന്നാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ പൈസയുള്ളൂ, 10 രൂപ ആ ഒരു രീതിയിലേ വരുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പ് പെന്നാണിത് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്യുന്ന പെന്നും കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന്. അപ്പോൾ ഇതൊരു സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ ബീഡ്സാണ് നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ 6mm, 2mm, 3mm എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല അളവിലുള്ള ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വെയിറ്റ് കനം കുറഞ്ഞ ടൈപ്പ് ബീഡ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും മസ്റ്റായിട്ടും നിങ്ങൾ വാങ്ങി വെക്കണം. അപ്പോൾ ഇത് അതിൻ്റെ വലിയ സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയെടുക്കാം. നമുക്ക് മെയിനായിട്ട് വേണമെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതും വാങ്ങിച്ച് വെക്കണം. ഇത് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ലെയർ പോലെ ഒരു മാല പോലെ ആയിരിക്കും കിട്ടുന്നത്. ഇതിന് അത്ര വലിയ റേറ്റൊന്നുമില്ല, കളർ അങ്ങനെ പോവത്തില്ല. അപ്പോൾ നോക്കിയെടുക്കണം കേട്ടോ, ചിലത് പോവുമായിരിക്കും. എൻ്റെ കയ്യിലുള്ളതൊന്നും പോവാത്തതാണ്, അപ്പോൾ നോക്കിയെടുക്കുക.
ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും ഒക്കെ കാണിക്കാം. ഇതാണ് ബോൾ ചെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുമ്മൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഇത് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ എങ്ങനെ ബ്രൈഡൽ വർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ക്ലാസ്സും കൂടെ ഞാനിപ്പം കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിനെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും ആരി നീഡിൽ വെച്ച് ചെയ്ത പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുമ്മ ചെയ്യാം. ഇനി ഇതൊക്കെ സ്റ്റോൺ ചെയിൻ ആണ്. ഇതിൻ്റെ പല വെറൈറ്റീസും കയ്യിലുണ്ട്. പേൾ വരുന്നതുണ്ട്, സ്റ്റോൺ ചെയിൻ വിത്ത് പേൾ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. സിൽവർ ടൈപ്പ് വരുന്നുണ്ട്, ഗോൾഡൻ ടൈപ്പ് വരുന്നുണ്ട്, കട്ടി കുറച്ചും കൂടെ നല്ല വലിയത് വരുന്നുണ്ട്, നേരിയ ടൈപ്പും വരുന്നുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു 1 മീറ്ററിന് 30 രൂപ വരുന്ന രീതിയിലാണ്. അതും അതിൻ്റെ ഓരോന്നിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ആ പേൾ വരുന്നതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ വരും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് സ്കാലപ്പ് സ്കെയിലാണ്. സ്കാലപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും സ്കാലപ്പ് മോഡലൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് 80 രൂപ 95 രൂപ ആ രീതിയിൽ അതിന് റേറ്റ് വരുന്നുണ്ട്. റേറ്റ് കൂടുതലാണ്. പിന്നെ ഇത് സോൾഡറിങ് അയണാണ്. നമുക്കിങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത പോലെ എടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സ്റ്റോൺ പിക്കിംഗ് പെന്നാണ്. ഇതും അത്യാവശ്യം യൂസ്ഫുള്ളാണ്, പക്ഷേ ഓപ്ഷണലാണ്. ഞാനിത് നിർബന്ധം പറയാറില്ല, കാരണം നമുക്ക് ഇതില്ലാണ്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കിങ്ങനെ സ്റ്റോണൊന്നും കൈ കൊണ്ട് എടുത്ത് ഇങ്ങനെ ഒട്ടിക്കേണ്ടതായിട്ട് വരില്ല. ഇതിനെ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഗമ്മിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതാണ് സ്കാലപ്പ് സ്കെയിൽ. ഇത് കുറേ എണ്ണം എടുത്തിട്ടുണ്ട്. അധിക സ്റ്റുഡൻസ് ഇത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. കാരണം അവർക്ക് അറിയാം, ഒന്നുകിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് പഠിച്ചെത്തുമ്പോഴെങ്കിലും അവരിത് എൻ്റെ അടുത്ത് ചോദിക്കും, ഇത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. ആദ്യം റേറ്റ് കൂടുതലായതുകൊണ്ട് കിറ്റിൽ വെക്കേണ്ടെന്ന് പറയും, റേറ്റ് കുറയാനായിട്ട്. പക്ഷേ ലാസ്റ്റ് ഭാഗത്ത് എത്തുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ആ ഒരു ഉപയോഗം എന്താണ്, നമുക്കിത് ആവശ്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അവരത് ഓർഡർ ചെയ്യാറുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റാൻഡ് കാണിക്കാം. എൻ്റെ വുഡൻ സ്റ്റാൻഡാണിത്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും കൊടുക്കുന്നത്. റേറ്റ് ഒരല്പം കൂടുതലാണ്, പക്ഷേ വുഡൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഒരിക്കലും മോശമായി പോവില്ല കേട്ടോ. ഇതന്നെ എൻ്റെ കയ്യിലുള്ള തന്നെ എത്ര നാളായി ഞാൻ യൂസ് ചെയ്യുന്നു, മോശമായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാം. ബിഗിനേഴ്സിന് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാൻഡ് മാത്രമാണ്. മറ്റേ നിലത്തിരുന്ന് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റാൻഡ് ഉണ്ട്, 4 കാല് പോലെയൊക്കെ വരുന്നത്. അതൊരിക്കലും വാങ്ങിക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഒരു കാലിന് നീളം കുറവാണ്, ചെയ്യുമ്പോൾ ഇങ്ങനെ ആടിപ്പോകുന്നു, എന്ത് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാതേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് നീഡിലാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിതാ ഈ ഒരു ടൂലിപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നീഡിലാണ് പഠിക്കാനായിട്ട് കൊടുക്കുന്നത്. ഓരോ വർക്ക് ചെയ്യുമ്പം ഓരോ നമ്പർ നീഡിൽ നോക്കി എടുക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വുഡൻ നീഡിലും കൊടുക്കുന്നുണ്ട്, അയൺ നീഡിലും കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് മെയിനായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അയൺ നീഡിലൊക്കെ 2 ടൈപ്പൊക്കെ വരുന്നുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നീഡിലിൻ്റെ കാര്യം ഇത്രയാണ്. പിന്നെ നമ്മുടെ കോഴ്സിന് ഇപ്പോൾ ഓഫർ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് ഫീസ് വല്ല കുറവുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1 മന്ത് ഒരു ബേസിക് ലെവൽ കോഴ്സ് കൂടി ഉണ്ട്. അതിന് 300 രൂപ അത്രയും ഫീസ് വരുന്നുള്ളൂ. ബേസിക് ലെവലാണ്. എന്നാൽ പോലും നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പറയുന്ന രീതിക്ക് ചെയ്ത് പഠിച്ചാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതും ഉറപ്പ് തന്നെയാണ്. അപ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. എന്ത് സംശയം ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇപ്പോൾ സ്റ്റുഡൻസിന് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്ത നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള വീഡിയോ, അരി വർക്ക് വീഡിയോ അങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.